എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു വ്യക്തി നാജി എന്ന് പറയുന്ന ഒരു വ്യക്തി അവൻ്റെ മുഴുവൻ പരിപാടിയൊന്നും അല്ല ഇത്. ഈ വ്യക്തി കാരണം ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഈ പ്രവാസി ലോകത്തുണ്ട്, നിങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയെ എന്താ പറയുക, പ്രോത്സാഹിപ്പിക്കാനും ഇവിടെ ആളുകളുണ്ട് എന്നുള്ള. ഇവനാണ് നവാസ് എന്ന് പറയുന്ന നാജി. കറങ്ങി പെണ്ണുങ്ങളെടുത്ത് കാശൊക്കെ പറ്റിച്ച്, പെണ്ണുങ്ങളെടുത്ത് വീഡിയോ കോളൊക്കെ വിളിച്ച് അവരുടെ നഗ്നമായ എല്ലാ വീഡിയോസും കണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് MA ഷഹനാസ്. ഞാൻ ഒരു എഴുത്തുകാരിയാണ്. പിന്നെ മാക്ബത്ത് എന്ന് പറയുന്ന പബ്ലിക്കേഷൻസിൻ്റെ പബ്ലിഷറാണ്. കോഴിക്കോടും ഷാർജയിലുമായിട്ട് പബ്ലിക്കേഷൻ ഉണ്ട്. എല്ലാവർക്കും ഈദ് മുബാറക് ആശംസകൾ. ഇന്ന് നിങ്ങളോട് ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു വ്യക്തി, നാജി എന്ന് പറയുന്ന ഒരു വ്യക്തി, അവൻ്റെ മുഴുവൻ പേരെന്തായിരുന്നു, നാജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ID ഉണ്ടാക്കിയിട്ടുണ്ട്. ടിക്ടോക്കിൽ ഒരു ID ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ലൈവ് പോകുന്നുണ്ട്. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് നവാസ് എന്നാണ് പേര്, നാജി എന്നാണ് വിളിക്കുന്നത്. നവാസ് പി കുമുളിയോ അങ്ങനെ എന്താണ്, വടകരക്കാരനാണ്. വടകരയിൽ പിന്നെ ഒരുപാട് വടകര പോലീസ് സ്റ്റേഷനിൽ കേസുകളുള്ള ഒരു വ്യക്തിയാണ്. പുള്ളി എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് പിന്നെ ടിക്ടോക്കിലൊരു ID ഉണ്ടാക്കി, ചക്കരക്കുട്ടെന്നോ എന്തോ പേര് പറഞ്ഞിട്ടൊരു ID ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചോദിക്കാൻ ചെന്ന അഷ്റിഫ എന്ന് പറയുന്ന എൻ്റെ സ്റ്റാഫാണ് അവളോട് വളരെ മോശമായിട്ട് ഉമ്മനെയും ഒക്കെ വീട്ടിലിരിക്കുന്ന എല്ലാ സ്ത്രീകളെയും മോശമായിട്ട് വിളിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് എന്തല്ലോ വളരെ മോശമായിട്ടുള്ള അങ്ങനെയുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് കൂടി നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ആദ്യത്തെ പരിപാടിയൊന്നും അല്ല ഇത്. ഈ വ്യക്തി കാരണം ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഈ പ്രവാസി ലോകത്തുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെയൊക്കെ സ്ത്രീകൾ ടിക്ടോക്ക് പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് നാട്ടിൽ നിന്നൊക്കെ ടെൻഷൻ അടിച്ച് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ സമാധാനത്തിന് വേണ്ടി വരുന്ന ഇടങ്ങളാണ്. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക്, ഈ പ്രവാസികളായിട്ടുള്ള സ്ത്രീകൾ. അത്തരത്തിലുള്ള സ്ത്രീകളെ ഇതുപോലെ ഫേക്ക് ID ഉണ്ടാക്കി ബുദ്ധിമുട്ടിച്ച് രക്ഷകനായിട്ട് കുറേ ഫേക്ക് IDs തന്നെ ഉള്ള ആൾക്കാരെ പറഞ്ഞയച്ച് അവരുടെ ഫോൺ നമ്പർ വാങ്ങി അവരോട് പൈസ കടം വാങ്ങി അവരെ മാക്സിമം ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നാജി എന്ന് പല ആളുകളുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് പരാതികളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയെ എന്താ പറയുക, പ്രോത്സാഹിപ്പിക്കാനും ഇവിടെ ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ഇപ്പം അടുത്ത് ഒരുപാട് സ്ത്രീകൾ ടിക്ടോക്കും ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും കണ്ടെത്താറില്ല. എന്നിട്ട് മരിച്ചു കഴിഞ്ഞതിന് ശേഷം പാവം അവൾ മരിച്ചുപോയി, മറ്റവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. പറയേണ്ട സമയത്ത് പറയുകയും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള വൃത്തികെട്ട മനുഷ്യർ ഫേക്ക് ID ഉണ്ടാക്കി സ്ത്രീകളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ത്രീകളുടെ പൈസ കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ നേടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ അതിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ന് ഞാൻ വളരെ താഴ്മയോടുകൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം പ്രവാസികൾ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒരുപാട് പ്രയാസം പേറി ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങൾ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചാരിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രവാസികൾ നൽകുന്ന ഒരു സഹായം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം അത്തരത്തിൽ നല്ല മനസ്സുള്ള മനുഷ്യരായിട്ടാണ് ഞാൻ പ്രവാസികളെ കാണുന്നത്. അത്തരത്തിൽ ഉള്ള ഇടങ്ങളിൽ നിന്ന് ഇവനെ പോലെയുള്ള കീടങ്ങളെ, അതായത് സ്ത്രീകളെ മോശമായിട്ട് ഉമ്മമാരെ പോലും എന്ത് വൃത്തികേടായിട്ടാണ് പറയുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. അവനും ഒരു ഉമ്മയും, ഞങ്ങളൊന്നും അവന്റെ ഉമ്മനെയോ പെങ്ങളെയോ ഒന്നും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നെ തെറി വിളിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ വീട്ടിലുള്ള ആളുകളെ വിളിച്ചിട്ടുള്ള ശീലം നാട്ടിലുള്ള പെണ്ണുങ്ങളെ വിളിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആകെയുള്ള കാര്യം. അതിനാണ് അവൻ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കിയെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രിയപ്പെട്ട സ്ത്രീകളെ, ഇതുപോലെയുള്ള ആളുകളെ നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോവേണ്ട ആവശ്യമുണ്ട്. അവസാനം നമ്മൾ തകർന്ന് തരിപ്പണമായി എന്താ പറയുക, നമ്മൾ ആത്മഹത്യ ചെയ്തിട്ടോ നമ്മുടെ വിലയേറിയ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടോ ഒന്നും കാര്യമില്ല. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് സോഷ്യൽ മീഡിയ, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ നമ്മളും യൂസ് ചെയ്യാൻ, നമുക്കും അതിൻ്റെ അവകാശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ എന്താ പറയുക, സൂക്ഷിച്ച് യൂസ് ചെയ്യാൻ പഠിക്കുക. ഇതുപോലെയുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തുറന്നു കാണിക്കുക.
അതായത് ഇപ്പം ഈ നാജി എന്ന് പറയുന്ന ഇവന്റെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ചും കൂടി കാര്യമായിട്ട് വിടുന്നതാണ്. അവൻ്റെ ഒരു ഫോട്ടോ കൂടി ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഈ വ്യക്തി. അപ്പം നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, സ്ത്രീകളോട് ഞാൻ എന്താ പറയുക, വളരെ റിക്വസ്റ്റ് ചെയ്തിട്ട് പറയുകയാണ്, ഇതുപോലെയുള്ള ഫ്രോഡുകളെ വളരെയധികം സൂക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ. നിങ്ങൾ ഒരുപാട് ടെൻഷനിലൊക്കെ ഇവിടെ വന്ന് ഒന്ന് സന്തോഷമായിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇവർ രക്ഷകനായും മന്ദകനായും ഒക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ യൂസ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ പൈസ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചൊക്കെ നിങ്ങളെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിൽ നിന്നൊക്കെ വളരെ ജാഗ്രതയോട് ഞാനൊന്നും അവനെ അറിയ പോലുമില്ല, എനിക്ക് അറിയ പോലുമില്ല. ഞാൻ ആ വ്യക്തിയെ എന്താ പറയുക, ഒരു തരത്തിലും അറിയാത്ത ഒരു വ്യക്തിയാണ് അവൻ. എന്നോട് ഇങ്ങനെ ചെയ്യുന്നു, എൻ്റെ സ്റ്റാഫിന് വളരെ മോശപ്പെട്ട മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എന്താ പറയുക, എല്ലാവർക്കും അനുഭവമുള്ള ഒരുപാട് സ്ത്രീകളുടെ വീഡിയോസ് ഞാനിപ്പോൾ കണ്ടു, ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ എല്ലാവരും ജാഗ്രതരായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ എന്തായാലും അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. കാരണം അങ്ങനെ തോറ്റു പോവാൻ താല്പര്യമില്ലാത്തൊരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് തന്നെ ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പെണ്ണുങ്ങളോടും ഇങ്ങനെ ഇനി ആക്കാൻ പാടില്ല. അതെ, മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. മോശമായിട്ടല്ല, ഇങ്ങനെ പെൺകുട്ടികളെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ നമ്മളും കൂടി ഒരു കാരണക്കാരാവരുത് എന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നാട്ടിൽ വടകര ഞാൻ അവനെ കുറിച്ച് അന്വേഷിച്ചപ്പം അവൻ്റെ ആ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരുപാട് കേസുകളുള്ള വ്യക്തിയാണ് അവൻ. എന്താ പറയുക, ഇവിടെയും ഉണ്ട്. ഖത്തറിലാണ് പുള്ളിക്കാരൻ ജോലി ചെയ്യുന്നത്. നാജി എന്നാണ് ഒരു ടിക്ടോക്ക് നെയിം എന്ന് പറയുന്നത്. മറ്റൊന്നെന്താണ്, ചക്രക്കുട്ടനോ അങ്ങനെ എന്തൊക്കെയോ പേരുകളുണ്ട്. അപ്പം നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഈ വ്യക്തിയെ നിങ്ങളൊന്ന് വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവാം. ബാക്കി വിവരങ്ങൾ വീഡിയോസുകളായിട്ട് ഇനിയും ഞാൻ ചെയ്യുന്നതാണ്. ഇതിൻ്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും, ഉറപ്പായിട്ടും പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ അടക്കമുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയും ഞാനത് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഹലോ, ഹായ്. എനിക്കൊരു കാര്യം പറയാൻ കേട്ടോ. നമ്മുടെ ടിക്ടോക്കിലുള്ള എല്ലാ ഗേൾസിനോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഇവനെ കണ്ടോ? ഇവനാണ് നവാസ് എന്ന് പറയുന്ന നാജി. നാട്ടിൽ വടകരയാണ്. GCCയിൽ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി പെണ്ണുങ്ങളെടുത്ത് കാശൊക്കെ പറ്റിച്ച്, പെണ്ണുങ്ങളെടുത്ത് വീഡിയോ കോളൊക്കെ വിളിച്ച് അവരുടെ നഗ്നമായ എല്ലാ വീഡിയോസും കണ്ട് ആസ്വദിക്കുന്ന ഒരു മൃഗമാണ് ഇവൻ. മനുഷ്യനല്ല, മൃഗമാണ് കേട്ടോ. അപ്പൊ എല്ലാ ഫാമിലീസിനെ, എല്ലാ ഫാമിലീസിനെ കുടുംബം കലക്കിയിട്ട് മാക്സിമം അവരെ കുടുംബം പിരിപ്പിക്കുക. ഓക്കെ, ഇപ്പൊ ഈ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഫഹീമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിന്റെ ഒരു വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവനെ എന്ത് ചെയ്യുക, ആരും GCCയിലായിക്കോട്ടെ ടിക്ടോക്കിലായിട്ട് ആരും വളർത്തരുത്. ഇവനിക്കുള്ള എന്നൊക്കെയുള്ള പണി കൊടുത്തിട്ട് വേഗം ഇവിടുന്ന് കെട്ടിക്കണം ഗൈസ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.